ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹോയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ എന്നെ കാണുന്നില്ലെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് എൻ്റെ കൂടെയുള്ള 2 കസിൻസാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ലൊക്കേഷൻ വെച്ചിട്ട് എനിക്ക് എന്ത് തോന്നുന്നു, ഞങ്ങൾ ഇന്നൊരു ഹൗസ് ബോട്ടിലാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് തുടങ്ങി. ഞങ്ങളുടെ പരിപാടി എന്നൊരു മൂലയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ ഷാനിക്ക ഇവരൊക്കെ സൗദിക്കാരാണ്. അതിന് അവർ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ബോട്ടിങ്ങിന് പോയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. അവരുടെ ബോട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പാട്ടൊക്കെ വെച്ച് അഞ്ജലിയുടെയും ഐശ്വര്യയുടെയൊക്കെ ഡാൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വൈബടിച്ച് വരികയാണ് ഗൈസ്. Look how I should dance it. Dance. നവറതാത്ത എന്റെ വിമർശിച്ചെന്ത് കിട്ടി സാധനം കിട്ടി. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഗെയിമിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പ്ലംസ് ആണ്. അപ്പോൾ പ്ലംസ് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം. അതാണ് നമ്മുടെ ഗെയിം. ഇതിന് അവരിന്താത്ത എല്ലാവരും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആരും ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഇടുന്നില്ല. ആരും 2 പേരും കണ്ടേ പതറിയുള്ളൂ. കണ്ടോ, ഇതൊക്കെ പുള്ളിയുണ്ട്. പക്ഷെ ആക്ടിങ് മെത്തേഡ് ആക്ടിങ്. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ഷാനിക്ക ഓൺ സ്റ്റേജ്. അവർക്കിതൊന്നും പുള്ളി അറിയുന്നില്ല. അടുത്ത കലാപരിപാടി ഭാവിക്ക. ഇതെല്ലാവരും ഒരു എക്സ്പ്രഷൻ മൂത്ത് വരത്തില്ല. അത് ഞങ്ങൾ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ പിള്ളേർ സെറ്റിലോട്ട് കയറി. പിന്നെ അവർക്ക് പിന്നെ പുളിയൊന്നും ഒരു ബാധകമേ ഇല്ല. ഞാൻ കൊടുത്തത് എന്താണെന്ന് ഞാൻ തന്നെ ഒരു കുറച്ച് ചിന്തിച്ചു പോയി. പിന്നെ അതേ അടുത്ത അപ്പൂസ്, അതേ ദൂസ്, എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഗെയിം എന്തായാലും ഞങ്ങൾ എല്ലാവരും ഉള്ളതല്ലേ. കഴിച്ചോ അവ കണ്ണ എക്സ്പ്രഷൻ സ്ലോ ബേസിലൊക്കെ പോയാൽ മതിയോ, ഒരു എൻ്റർടൈൻമെൻറ്റും ത്രില്ലൊക്കെ വേണ്ടേ ഗായ്സ്. അങ്ങനെ എല്ലാവരും പറഞ്ഞതൊക്കെ പോകണ്ടാണ്. കൗതുകം ലേശം കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നു ഗൈസ്. ഞാൻ ഫ്രണ്ടിലാട്ടോ ഇരുന്നത്. ബാക്കി എല്ലാവരും ഞാൻ ഇതുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല. ആദ്യമായിട്ട് കയറുകയാണ് ഗൈസ്. സോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. അയമ്പേബി പിന്നെ തുടക്കത്തിൽ ഇച്ചിരി ചെറിയ ഉടക്കിലായിരുന്നു. ഇതിനകത്ത് കയറണ്ട, പേടിയാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോളിൽ അവനെ കയറ്റാതിരിക്കാൻ പറ്റും. ഇതൊക്കെ കയറണ്ടേ, അതുകൊണ്ട് ഞാനും വലിച്ച് കയറ്റി. അങ്ങനെ അവൾ ഇച്ചിരി സെഡായിരുന്നു. ബട്ട് ഞാനടുത്ത് പേടിക്കുമായിരിക്കും എന്നൊക്കെ കരുതി. പക്ഷെ ചുമ്മാതായിരുന്നു. അവൾക്കൊരു പേടിയില്ല. കൂളായിട്ട് കെട്ടിയിരിക്കുമായിരുന്നു. കണ്ടോ, എനിക്കൊന്നും ആയില്ലെന്ന് എടുക്കില്ല. ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ആദ്യമൊക്കെ പാട്ടിങ്ങനെ നേരെയൊക്കെ പോകും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി ഇതൊക്കെ വളയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ് നമ്മുടെ എല്ലാ കിളിയും ഏതൊക്കെ വഴി കൂടെയാണ് പോയതൊന്നും അറിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ചേട്ടൻ. അത് പോയിട്ടാണ്.
ഇതാടുന്ന ഇതാണ് ഞാൻ പോകുന്നില്ല. ഞാൻ അല്ലെങ്കിൽ തലയിറങ്ങുന്നത് വെറുതെ ആടിയിട്ട്. താങ്ക് യു. ഓ പിന്നെ വെള്ളം കുടിച്ച് പാത്ത് പേടിച്ചിരിക്കുകയാണ്. അത് ഒരു റൗണ്ട് കൂടെ മൊത്തത്തിൽ so much. And you come here. പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി ഞങ്ങളൊരു റീല് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ബേബീനെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ എന്തായാലും നമ്മൾ പോയതല്ല അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഡാൻസ് പഠിക്കുകയാണ് ഗൈസ്. 1, 2 and then do like this. Come, go hug me. You can now let go. Take care, please. അയ്യോ അടിപൊളി എന്താണ് സെലിബ്രിറ്റി I know. ഞാൻ ജോസ്. വെറും ജോസ് അല്ല, ദുബായ് ജോസ്. അതെ വാ നമുക്കൊന്ന് അടിച്ച് കേറാം. ജോസ്, ദുബായ് ജോസ്. അതെ കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്കേ. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അടിച്ച് കേറി കാണും ഈ കടം വീട്ടും. എല്ലാരും വിളിച്ചോ. ഇന്ന് എന്റെ വക നിലക്കറി വിളിച്ചോ. ഒന്ന് കൊഴുക്കട്ടെ. പിന്നെ നമ്മുടെ കെട്ടിച്ച് കയറ്റി പെരുന്നാൾ നടത്താൻ പറ്റോടോ. ദുബായ് ജോസ് മുടക്കിയാലെന്താ ചീനി ജോസ് വരട്ടെ. പിന്നെ ഷനിക്കയുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ബോട്ടിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളൊരു വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും എനിക്ക് പടിയായിട്ട് പിള്ളേരെല്ലാം കൂട്ടി ഞങ്ങൾ ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ലോഗ്. ലവ് യു.